ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവിന് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ എല്ലാ പൊടികളെല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്തൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ സാധാരണ ബജിയൊക്കെ പൊരിക്കുമ്പോൾ ഉണ്ടാക്കുമല്ലോ ആ ഒരു അളവിൽ. പിന്നെ നമ്മളിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങുണ്ടല്ലോ ഈ ഒരു കനത്തിൽ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം. ഇനി എണ്ണ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലപോലെ എണ്ണ ചൂടാകുമ്പോൾ മാവിൽ മുക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ തീ കൂടിക്കഴിഞ്ഞാൽ ആ സ്വീറ്റ് പൊട്ടറ്റോ ഒന്നും വേവാതെ ഇരിക്കും. സ്വീറ്റ് പൊട്ടറ്റോ പെട്ടെന്ന് വേവും, എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു സൈഡൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. ഇപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനിയിപ്പോൾ ഈ ഒരു ഓയിലിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ഒരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ബജിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ബജിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.